വീഡിയോസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത്രയ്ക്കൊന്നും അറിയപ്പെടാത്ത പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ്. നമ്മുടെ സ്വന്തം മാമ്പഴത്തറ. നമ്മുടെ കൊല്ലം ജില്ലയുടെ ഊട്ടിയെന്നോ വാഗമണ്ണോ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് ഈ ഒരു മാമ്പഴത്തറ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ഇത് കണ്ടു നോക്ക്. വ്യൂ ഫ്രം ഹിയർ ഈസ് ജസ്റ്റ് ബ്രെത്ത് ടേക്കിംഗ്. ഇത്രത്തോളം വന്യത ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു വന്യതയോടൊപ്പം ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാട്ടാനകൾ നന്നായിട്ടുണ്ട്. സോ വരുന്നവർ ദയവായി ശ്രദ്ധിക്കുക. കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്താണ് ഈ ഒരു മാമ്പഴത്തറ സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ വരണമെന്നുണ്ടെങ്കിൽ തെന്മല കഴുതുരുട്ടി വഴിയും നമുക്ക് ഇവിടേക്ക് എത്താവുന്നതാണ്. ഈ ഒരു സ്ഥലത്ത് മാമ്പഴത്തറ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രാമത്തിലേക്കാണ് സത്യം പറഞ്ഞ ബസ് സർവീസ് ഉള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഈ മലനിരകളും പച്ചപ്പും പിന്നെ ഈ ഒരു താഴ്വാരയും എല്ലാം നമ്മളൊരു മറ്റൊരു ലോകത്തേക്കാണ് എത്തിക്കുന്നത്. ഈ ഒരു റോഡ് കിടക്കുന്നത് തന്നെ നല്ല രസമാണ് ഇതൊരു വണ്ടി ഓടിക്കാൻ. പക്ഷേ വി നീഡ് ടു ബി കെയർഫുൾ, കാരണം നന്നായിട്ട് കാട്ടാന ശല്യമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വി മസ്റ്റ് പ്രിസർവ് ദീസ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സമയത്ത് ഇവിടെ സന്ദർശിക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയായിരിക്കും. നല്ല കോടമഞ്ഞും തണുപ്പും ശരിക്കും നമ്മളൊരു മൂന്നാർ ഇടുക്കിയൊക്കെ പോയതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പക്ഷേ കുറഞ്ഞ ട്രാവൽ എക്സ്പെൻസ് വെച്ചിട്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു വൺ ഡേ ട്രിപ്പ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഒരു സ്ഥലം. ഈ ഒരു മാമ്പഴത്തറയ്ക്ക് വളരെ അടുത്ത് തന്നെയാണ് അമ്പനാട് ഹിൽസ് ഉള്ളത്. അവിടെ ശരിക്കും മൂന്നാർ പോലെ തന്നെ ടീ എസ്റ്റേറ്റും പ്ലാന്റേഷനും ഒക്കെ ഉണ്ട്. നല്ലൊരു ടീ ഫാക്ടറി ഒക്കെ കാണാൻ സാധിക്കും. സോ ഇനി ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസായിട്ടൊക്കെ ഇനി വരാം. സോ ബൈ ഫ്രം എൻ്റെ സ്റ്റോറീസ്.